സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. ഈശോയിൽ അനുഗ്രഹീതരായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈശോയോടൊപ്പം ചിലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും ചിന്തകളും വികാര വിചാരങ്ങളും ഭാവനകളും എല്ലാം ഈശോയിൽ അർപ്പിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എല്ലാ വഴികളും അടയുന്ന നേരം, എല്ലാവരും കൈ വെടിയുന്ന നേരം, ദൈവത്തിൻ്റെ വഴി തുറക്കും. ദൈവം നിന്നെ ചേർത്തണയ്ക്കും. വഴിയാണു നീ എൻ ദൈവമേ, സത്യമാണു നീ എന്നേശുവേ, ജീവനാണു നീ എൻ സ്നേഹമേ. ആരാധന അങ്ങേക്കാരാധന. വഴിയാണു നീ എൻ ദൈവമേ, സത്യമാണു നീ എന്നേശുവേ, ജീവനാണു നീ എൻ സ്നേഹമേ. ആരാധന അങ്ങേക്കാരാധന. കൺ മുൻപിലില്ലെങ്കിലും നിന്നെ കാണുന്നവനാണു ദൈവം. വഴിയാണു നീ എൻ ദൈവമേ, സത്യമാണു നീ എന്നേശുവേ, ജീവനാണു നീ എൻ സ്നേഹമേ. ആരാധന അങ്ങേക്കാരാധന. വഴിയാണു നീ എൻ ദൈവമേ, സത്യമാണു നീ എന്നേശുവേ, ജീവനാണു നീ എൻ സ്നേഹമേ. ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോയെ നോക്കിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെയും നമ്മുടെ ദൃഷ്ടികൾ ഈശോയിലേക്ക് മാത്രമായിക്കാം. ഈ നിമിഷങ്ങളിൽ ഈശോയെ മാത്രം നാൾ കാണുന്നു.
ഈശോയെ മാത്രം നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നു. ഈശോയുടെ മുമ്പിൽ മറിയം ഇരുന്നത് പോലെ അവിടുത്തെ ആസ്വദിച്ച് ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എന്നെ കാണുന്ന അവിടുത്തെ ഞാനും കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. എന്നെ കേൾക്കുന്ന അവിടുത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണിത്. എന്നെ മനസ്സിലാക്കുന്ന നാഥനെ ഞാനും മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷമാണിത്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പമായിരിക്കാൻ അവിടുന്ന് പരിശുദ്ധ കൂദാശയായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. കൂടെ ആയിരിക്കാൻ വേണ്ടി തന്നെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചവൻ ഇതാ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളോടൊപ്പം ഓരോരുത്തരോടും ഒപ്പമായിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്കൊന്ന് ചേർന്ന് അവിടുത്തെ ഇരുകരങ്ങളും ഉയർത്തിയൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നന്ദിയോടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് മുഴു ഹൃദയത്തോടെ മുഴുമനതോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഈശോയെ നമ്മൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ മഹത്വം, ഈശോയെ നിനക്ക് മഹത്വം. ഈശോയെ ഞങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായിരുന്നാലും ഈശോയെ നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലൂടെ, ഞങ്ങളുടെ ഹൃദയത്തിലൂടെ, ഞങ്ങളുടെ മനസ്സിലൂടെ, ഞങ്ങളുടെ ആത്മാവിലൂടെ, ഞങ്ങളുടെ ശരീരത്തിലൂടെ, ഞങ്ങളുടെ ചെയ്തികളിലൂടെ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഈശോയെ നിന്റെ നാമത്തിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ മഹത്വപ്പെടുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ചേർന്ന് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. നമ്മുടെ എല്ലാ അധ്വാനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒരിക്കൽ കൂടി ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ചേർന്ന് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. നമ്മുടെ അനുദിന ജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം, മഹത്വപ്പെടുത്താം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ചേർന്ന് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയെ നമുക്ക് നന്ദിയോടെ സന്നിധിയിൽ ഓർക്കാം. അവിടുന്ന് എൻ്റെ ആത്മാവിൽ മാമോദീസാചരണത്തിലൂടെ മുദ്ര തൊട്ടതാണ്. തുടർന്ന് പരിശുദ്ധ കുർബാനയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ആത്മാവിനെ വർഷിച്ച് പരിശുദ്ധ കുർബാനയായി ജീവിതത്തിലേക്ക് കടന്നു വന്ന കർത്താവിനെ നമുക്ക് ഒന്ന് ചേർന്നൊരിക്കൽ കൂടി ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ചേർന്ന് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. ഇസ്രായേലിന് മഹത്വപൂർണമായ വിജയം നേടിക്കൊടുത്ത കർത്താവിനെ മോശയും ഇസ്രായേൽ ജനവും ഒന്നു ചേർന്ന് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയതിനെ കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെയും, മോശയും തൻ്റെ ജനവും അവർക്ക് ലഭിച്ച മഹോത്തരമായ വിജയം, ശത്രുക്കളിൽ നിന്നുള്ള വിജയം, യുദ്ധത്തിലുള്ള വിജയം, അതുപോലെ തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള വിജയം, എല്ലാ തരത്തിലുള്ള വിജയം അവർക്ക് ലഭിച്ചതിനെ ഓർത്ത് നന്ദിയോടെ ഒന്ന് ചേർന്ന് നേതാവായ മോശയുടെ നേതൃത്വത്തിൽ ആ ജനം ഒന്ന് ചേർന്ന്
കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിയതിനെ കുറിച്ചാണ് തിരുവചനം പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട് വിജയം നൽകിയ ഒരുപാട് നിമിഷങ്ങൾ ഒരുപക്ഷെ ഒന്ന് എണ്ണി നോക്കിയാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. വിജയം തന്ന കർത്താവിനെ നമുക്ക് ഒന്ന് ചേർന്ന് പഴയ നിയമത്തിൽ മോശയും ഇസ്രായേൽ ജനവും തങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട് തന്ന വിജയത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ചതുപോലെ മഹത്വപ്പെടുത്തിയതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഇത്രത്തോളം കർത്താവ് തന്ന എല്ലാ വിജയങ്ങൾക്കും, എല്ലാ നന്മകൾക്കും, എല്ലാ ഉയർച്ചയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തി ആരാധിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളൊന്ന് ഏർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്ന വിജയങ്ങൾ എത്രയോ മഹോത്തരമാണ്, എത്രയോ മഹോന്നതമാണ്, എത്രയോ മഹത്തരമാണ്. അനേക വിജയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമ്മാനിച്ചല്ലോ. ഇതുവരെയുള്ള ഇത്രത്തോളമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത്ര വിജയങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച, വളർച്ച തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച, ഉയർച്ച തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലുള്ള സകലമാന മനുഷ്യരോടും ചേർന്ന്, പ്രത്യേകിച്ച് എല്ലാ ക്രൈസ്തവരോടും ചേർന്ന് ഈ ജീവിതത്തിൽ കർത്താവെ അങ്ങ് നൽകി വിജയം സ്വീകരിച്ച, ഏറ്റുവാങ്ങിയ, അനുഭവിച്ച എല്ലാ മക്കളോട് ചേർന്ന് ഈശോ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ചേർന്ന് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ഈശോയെ നോക്കിക്കൊണ്ട് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോഷുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. ജോഷുവ, പിതാവായ ജോഷുവ മകൻ ആഖാനോട് ഇപ്രകാരം പറഞ്ഞു. തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്: എൻ്റെ മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കാൻ പിതാവായ ജോഷുവ പുത്രനായ ആഖാനോട് കൽപ്പിക്കുന്ന മനോഹരമായ ഒരു തിരുവചനമാണിത്. പ്രിയപ്പെട്ടവരെ, ഒരു അപ്പൻ മകനോട് സംഭാഷിക്കുന്നതാണ്. ദൈവത്തെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താൻ, ആരാധിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അപ്പൻ. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നയിക്കുന്ന അനേകർ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലുണ്ട്. നമ്മൾ ഓർത്ത് നോക്കുക, നമ്മുടെ മക്കളെ ഇതുപോലെ അന്ന് ജോഷുവ തൻ്റെ മകനോട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പഠിപ്പിച്ചതുപോലെ, ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ എത്ര പേര് നമ്മളുടെ മക്കളെ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും പഠിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇല്ലെങ്കിൽ നമുക്ക് ഈശോയുടെ മുമ്പിൽ ഈ നിമിഷം നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്തുതിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിനെ മഹത്വപ്പെടുത്താം, നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിനെ സ്തോത്രം ആലപിക്കാം. അങ്ങനെ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും എല്ലാം കർത്താവിനെ സ്തുതിക്കുന്ന മക്കളാകട്ടെ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളായിട്ട് മാറാൻ വലിയ ആഗ്രഹത്തോടെ, ദാഹത്തോടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അന്ന് ജോഷുവ മകനോട് പറഞ്ഞു, മകനോടൊപ്പം ദൈവത്തെ സ്തുതിച്ചതുപോലെ നമുക്കും അവരോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയെ, നമ്മൾ ഓരോരുത്തരും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായിരുന്നാലും ഈ നിമിഷങ്ങളിൽ അവിടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എല്ലാം സർവശക്തനും പിതാവുമായ ദൈവസന്നിധിയിലേക്കാണ് നമ്മുടെ സ്തുതികൾ, ആരാധനകൾ, മഹത്വം എല്ലാം എത്തുന്നതെന്നുള്ള ഓർമ്മയോടുകൂടി, വിശ്വാസത്തോടെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ സ്വരമുയർത്തി അവിടുത്തെ സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു. പുത്രനായ ഈശോയെ അങ്ങയെ സ്തുതിക്കുക വഴി പിതാവായ ദൈവത്തിനാണ് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ
യേശുനാഥ. ചേർന്ന് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ഒരിക്കൽ കൂടി. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ഈശോയുടെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:18 ഇപ്രകാരം പങ്കുവയ്ക്കും: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുക്കിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വചനമൊരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുക്കിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്നിധിയിൽ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മളിൽ ഒരുപക്ഷെ അനേകർ തന്നെ പലതരത്തിൽ ഹൃദയം നുറുങ്ങപ്പെട്ടവരാണ്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ വാക്കുകളാണ്, ഇടപെടലുകളാണ്, പ്രവർത്തനങ്ങളാണ്, സമീപനങ്ങളാണ് ഹൃദയം നുറുങ്ങപ്പെട്ട നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒന്നല്ല പലതുണ്ടാകും. എന്നാൽ ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ പക്കൽ അണയുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനം 34:18. പ്രിയപ്പെട്ടവരെ, മനമൊരുങ്ങിയവരെ കർത്താവ് രക്ഷിക്കുന്നുവെന്നും തുടർന്ന് വചനം പങ്കുവെക്കുന്നു. അതുകൊണ്ട് ഒരുങ്ങിയ മനസ്സോടെ, നുറങ്ങിയ ഹൃദയത്തോടെ സന്നിധിയിലായിരിക്കുന്ന നമ്മളും നമ്മളോടൊപ്പം മറ്റ് പല ഇടങ്ങളിൽ, പല കുടുംബങ്ങളിൽ, പല ദേശങ്ങളിൽ, പല നാടുകളിൽ, പല സാഹചര്യങ്ങളിൽ, പല ചുറ്റുപാടുകളിൽ ആയിരിക്കുന്ന എല്ലാ ഹൃദയം നുറങ്ങിയ മക്കളോടും മനമൊരുങ്ങിയ മക്കളോടും ചേർന്ന് നമുക്കൊരിക്കൽ കൂടി അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹൃദയം നുറങ്ങിയവർ കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് സമീപസ്ഥനാണ് എന്ന് വചനം പങ്കുവെക്കുന്നു. ആ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ദാഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സമീപസ്ഥമായ വചനത്തെ, സമീപസ്ഥമായ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചേർന്ന് നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ നുറുങ്ങിയ അവസ്ഥകളോട് ചേർന്ന് ഈശോയെ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ വേദനിക്കുന്ന, നുറുങ്ങിയ, മുറിയപ്പെട്ട, നൊമ്പരപ്പെട്ട, അസ്വസ്ഥപ്പെട്ട, ആകുലപ്പെട്ട, ഉത്കണ്ഠപ്പെട്ട എല്ലാ നിമിഷങ്ങളെയും ഈശോയെ സാന്നിധ്യത്തിന് മുമ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് എല്ലാം മറന്ന് നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം ഈശോയെ നീ പറഞ്ഞല്ലോ, വിളിച്ചാൽ ഓടിയെത്തുന്നവനാണ് അങ്ങ് എന്ന്. ഈശോയെ ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന അങ്ങേ ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരുകിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചൻ തുറക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. വിളിച്ചാൽ വിളി കേൾക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി നമുക്ക് വിളിക്കാം. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേക്ക് തന്നെ നമ്മുടെ ദൃഷ്ടികൾ തിരിഞ്ഞിരിക്കട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാം തിരുവചനം. ദാനിയേലേ, വചനം ഇപ്രകാരം പങ്കുവെക്കുന്നു. ദൈവമായ കർത്താവ് വിളിക്കുകയാണ്: ദാനിയേലേ, നീ നിന്നെ തന്നെ ദൈവത്തിന്റെ തിരുമുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. എന്ന് നീ നിന്നെ തന്നെ ദൈവത്തിനു മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയോ, അന്നു മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദാനിയേൽ പ്രവാചകനോട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ശ്രവിച്ചത്. പ്രിയപ്പെട്ടവരെ, എളിമപ്പെടുത്തി നമുക്കും ഈശോയുടെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്
വിളി കേൾക്കും, ഇറങ്ങി വരും, സ്പർശിക്കും, അനുഗ്രഹിക്കും, അഭിഷേകം ചെയ്യും. ഈ വിശ്വാസത്തോടെ നമുക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ സ്തുതിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സന്നിധിയിലേക്ക് സമർപ്പിച്ച് വിവിധ തരത്തിൽ വേദനിക്കുന്നവരുണ്ട്, വിവിധ തരത്തിൽ നൊമ്പരപ്പെടുന്നവരുണ്ട്, കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, വിവാഹം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് മേഖലകളിൽ വിജയം കൈവരിക്കാൻ, ഉയർച്ച കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നല്ല ജോലി ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, ഭവനം ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, രോഗം മാറാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസം അത് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, ശാരീരിക രോഗങ്ങൾ സുഖപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരുടെ എല്ലാ നിയോഗങ്ങളും ഈ നിമിഷങ്ങളിൽ ഈ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന തമ്പുരാനെ, ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞല്ലോ, എളിമപ്പെട്ട് നീ വിളിക്കുമ്പോൾ സന്നിധിയിൽ സാന്നിധ്യമായി ഞാൻ വരും, നിന്റെ പ്രാർത്ഥന കേൾക്കും. ആ ബോധ്യത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് അവിടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, 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 സ്തുതി. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നമുക്ക് വിളിക്കാം. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ പരിശുദ്ധമായ അഭിഷേകം നിറഞ്ഞ ഈ ആശീർവാദം ഏറ്റുവാങ്ങാനായിട്ട് ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെ, ശരീരത്തെ, ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ, സ്പർശത്തെ എല്ലാം നമുക്ക് ഒരുക്കാം. നമ്മുടെ ജീവിത പന്ഥാവിലേക്ക് തുടർന്ന് നമ്മൾ പ്രവേശിക്കുന്ന നിമിഷങ്ങളിൽ ഈ വലിയ മണിക്കൂറിൻ്റെ നിമിഷങ്ങളുടെ അഭിഷേകം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, സ്നേഹിക്കാൻ നമ്മൾക്ക് ശക്തി തരട്ടെ, കരുണ കാണിക്കാൻ നമുക്ക് ശക്തി തരട്ടെ, അനുകമ്പ കാണിക്കാൻ നമുക്ക് ശക്തി തരട്ടെ, വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് ശക്തി തരട്ടെ, സ്നേഹത്തോടെ ഇടപെടാൻ, പെരുമാറാൻ കർത്താവ് ഈ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വലിയ ശക്തി നൽകട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.